എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രി രണ്ടാം ദിവസം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അമൃതേശ്വരേ നമഃ. ഓം ദുർഗായേ നമഃ. ഇന്ന് രണ്ടാം ദിവസം. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ദിവസം അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും രണ്ടാം ദിവസം അതുപോലെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യത്തേത് ശൈലപുത്രി എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് ബ്രഹ്മചാരിണി എന്നാണ് പറയുന്നത്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകാണ്ടേതി, അങ്ങനെ. അപ്പോൾ ഈ ബ്രഹ്മചാരിണി രൂപം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സതീദേവി പാർവതിയായി ജനിച്ചു, ശൈലപുത്രിയായിട്ട് എന്ന് പറഞ്ഞു. ആ സതീദേവിക്ക് സതീദേവി നഷ്ടപ്പെട്ടപ്പോൾ ശിവൻ പിന്നെ എന്തായി, തപസ്സിന് പോയി. പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും തപസ് അങ്ങനെ. അപ്പം വിവാഹം കഴിക്കാൻ ഒരു സന്നദ്ധനായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ദേവിയുടെയും പരമശിവന്റെയും വിവാഹം നടക്കുകയും വേണം. അത് ലോകത്തിൻ്റെ തന്നെ ആവശ്യവുമാണ്. അപ്പോൾ ദേവി ബ്രഹ്മചാരിണി രൂപത്തിൽ തപസ് ഇരിക്കുകയാണ്. അത് ശിവപുരാണത്തിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ തപസ് ചെയ്യുന്ന സമയത്ത് ദേവി ആ ബ്രഹ്മചാരിണിയുടെ രൂപത്തിലാണ് ഉള്ളത്. ഒരു സന്യാസിനിയെ പോലെ തപസ് ചെയ്യുകയാണ്. ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ശ്രീ പാർവതി ദേവി തപസ് ചെയ്യുന്നു. അതാണ് ബ്രഹ്മചാരിണി രൂപം. അങ്ങനെ തപസ് ചെയ്തിട്ട് ശിവനെ ഒടുവ് ലഭിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും നവരാത്രി സമയത്ത് നമ്മളിതൊക്കെ ചെയ്താൽ വെറുതെ നമുക്ക് ഫലം കിട്ടണം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അല്ലേ. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ദേവി ബ്രഹ്മചാരിണി രൂപത്തിൽ തപസ് ചെയ്യണം. ആ തപസ് മുടക്കാനും ദേവിയെ പരീക്ഷിക്കാനും വേണ്ടിയിട്ട് ശിവൻ പലതരത്തിൽ ശ്രമിച്ചു. അപ്പോൾ അതൊക്കെ ദേവി എന്തായിട്ടാണ് കണക്കാക്കിയത്, തൻ്റെ അറിവില്ലായ്മകൾ നീക്കിയിട്ട് തന്നെ മോക്ഷത്തിലേക്ക് നയിക്കാനാണ് ശ്രീ പരമശിവൻ അങ്ങനെയൊക്കെ തന്നെ പരീക്ഷിച്ചത് എന്ന് ഒടുവ് ശ്രീ പാർവതി ദേവിക്ക് മനസ്സിലാവുകയാണ്. അപ്പം അങ്ങനെ ആ തപസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അമ്മയും അച്ഛനും ഒക്കെ വിരോധമായിരുന്നു. കാരണം എന്താണ്, ശിവനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യം, അവർ മകൾക്ക് വേറെ വിവാഹങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് സമ്മതിക്കാതെ ദേവി എന്ത് ചെയ്തു, തപസ്സിന് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു തപസ്സിലിരുന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുള്ളൂ. അപ്പോൾ ദേവി കുമാരിയായിരുന്നു. അപ്പോൾ ആ കുമാരിയാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇന്നത്തെ കുട്ടികൾക്കൊന്നും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിയാനൊക്കെ നമ്മൾ തിങ്കളാഴ്ച വ്രതം എടുക്കുക, കുട്ടികളൊക്കെ തിങ്കളാഴ്ച വ്രതം എടുപ്പിക്കുക. അമ്മമാർ നിർബന്ധമായിട്ടും പെൺകുട്ടികൾ പ്രായമായ അവരെ കൊണ്ട് തിങ്കളാഴ്ച വ്രതം എടുപ്പിക്കും. ആ വ്രതം എന്തിനെടുക്കുന്നു, തിങ്കളാഴ്ച വ്രതം എടുത്താൽ ഭർത്താവിൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയും. അത് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് കൂടി നമ്മളിലെ ഒരു പോസിറ്റീവ് എനർജി വരും, ഒരു ക്ഷമ, അതുപോലെ സഹനശക്തി, ഇങ്ങനെയൊക്കെ. അപ്പോൾ കുട്ടികൾ വിവാഹമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഡൈവേഴ്സായി പോകുന്നില്ലേ, എന്തുകൊണ്ടാണത്? ആ ക്ഷമയില്ല, സഹനശക്തി ഇല്ല, അഹങ്കാരം ഉണ്ട് താനും, ഒരു വിനയഭാവമോ ഒരു താഴ്ന്ന ഭാവമോ ഇല്ല കുട്ടികളിൽ. അപ്പോൾ അതൊക്കെ എന്തൊക്കെ പണമോ സ്വത്തോ പഠിപ്പോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നല്ലൊരു കുടുംബജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ വിനയം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തായാലും എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്കത് നാശത്തിനേ വരുള്ളൂ. അതുപോലെ വിനയമില്ലെങ്കിലും, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ, ഒരാളെ നമ്മൾ അവരുടെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി നമ്മൾ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അപ്പോഴേ നമുക്കത് വിജയത്തിലെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയാലേ, അപ്പോൾ ഈ വ്രതങ്ങളിലൂടെയൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, ശ്രീപാർവതി ദേവി അടക്കം വ്രതം എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, ആ വ്രതത്തിലൂടെ തൻ്റെ അഹങ്കാരം, അതുപോലെ തൻ്റെ നെഗറ്റീവ് എനർജി, തൻ്റെ ആ ഒരു എല്ലാ നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് തനിക്കൊരു പരിശുദ്ധി, ക്ഷമ, സഹനശക്തി, ദയ, ഇങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. അപ്പോൾ വ്രതത്തിലൂടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആ ഒരു ശുദ്ധി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ 9 ദിവസവും ശരിക്കും ഇതേപോലെ തന്നെ നമ്മൾ വ്രതം എടുക്കണം. അപ്പോൾ അതിന് ഒരു ഉദാഹരണം കൂടി ഉണ്ട്. നമ്മുടെ കാളിദാസനെ എല്ലാവർക്കും അറിയാം. കാളിദാസൻ ആദ്യം ഒരു മന്ദബുദ്ധി പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അധികം ബുദ്ധിയേ ഇല്ല, ഒന്നും പഠിപ്പില്ല, വിവരമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ കളിയാക്കി ഇത്ര ഒരു ദിവസം.
അപ്പോൾ ആ കളിയാക്കിയപ്പോൾ അയാൾക്ക് അത് സഹിക്കാൻ പറ്റാണ്ട് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറേ ദൂരം നടന്നു. അങ്ങനെ പോയി വീട്ടിലാകുമ്പോൾ ആഹാരം കിട്ടും. കുറേ നടന്നപ്പോൾ തിരിച്ചു പോകാനുള്ള ആ ഒരു അഭിമാനം സമ്മതിച്ചതുമില്ല. അങ്ങനെ പോയപ്പോൾ ആഹാരം കഴിക്കാതിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ, ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാതിരുന്ന വിശക്കും. അപ്പോൾ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ ഒരു കാളി ക്ഷേത്രം കണ്ടു. അപ്പോൾ അവിടെ അന്നദാനം നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ 9 ദിവസം നവരാത്രിക്ക് ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും അന്നദാനമൊക്കെ നടത്തും. അപ്പോൾ അന്നദാനം നടക്കുന്നത് കണ്ടപ്പോൾ ഈ കാളിദാസൻ അവിടെ പോയിട്ട് അന്നദാനം കഴിച്ചു. അപ്പോൾ തോന്നി അവിടെ ആഹാരം കിട്ടി. പിന്നെ അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ഇരുന്നു. ആഹാരം കിട്ടണമെന്ന് മെയിനാണല്ലോ, അപ്പോൾ ആഹാരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവരെല്ലാവരും അവിടെ ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അയാളും അവിടെ ഇരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയും കീർത്തനങ്ങളും ഒക്കെ തന്നെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവിടെയുള്ള പൂജാരിക്ക് വേണമെങ്കിൽ വിളക്ക് കഴുകി കൊടുക്കുക, പൂ പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക, ദേവിയുടെ ആ ഭാഗമൊക്കെ അടിച്ചുകോരി, അമ്പലമൊക്കെ അടിച്ചുകോരി വൃത്തിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആഹാരം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആഹാരം എങ്ങനെയുള്ളത് കിട്ടുക, നമുക്ക് അമ്പലത്തിൽ നിന്ന് മിതമായ ചെറിയ കുറച്ചുള്ള ഒരു ആഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അപ്പോൾ ഒരു വൃദ്ധമായി അവിടെ. അങ്ങനെ ഈ 9 ദിവസവും കാളിദാസൻ എന്തായി, അവിടെ വൃദ്ധമായി. ദേവിയുടെ പരിചരണങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, അർച്ചനം, വന്ദനം, ദാസ്യം, സംഖ്യം, അത് കഴിഞ്ഞ് ഒടുവാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ദേവിയെ പ്രാർത്ഥിക്കാനും പറ്റി. അങ്ങനെ 9ാമത്തെ ദിവസമായപ്പോൾ ഒരു ദിവസം ഈ സമയത്ത് ആ ഇടിമഴയൊക്കെ വരുമല്ലോ. അപ്പോൾ പുറത്ത് ഭയങ്കര ഇടിമഴ വന്നു. അപ്പോൾ ദേവി ശ്രീകോവിലിൽ ഉണ്ടായിരുന്നില്ല, ദേവി പുറത്തു പോയി. അപ്പോൾ ഈ കാളിദാസൻ എന്ത് ചെയ്തു, മഴ വന്നപ്പോൾ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പോയിരുന്നു. അങ്ങനെ ദേവി തിരിച്ചു വന്നപ്പോൾ ആരാണ് അകത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ കാളിദാസൻ ഒന്നും പറഞ്ഞില്ല. ആരാണെന്ന് പറയാൻ മാത്രം ഉള്ള ആ ഒരു വിനയം വന്നു. ഞാൻ ഇന്ന ആളെന്ന്, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, ഞാൻ ഇന്ന ആളെന്ന് നമ്മൾ പറയാനേ പാടില്ല എന്ന് പറഞ്ഞത്. ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പം ഞാൻ എന്ന് നമ്മൾ പല പ്രാവശ്യം പറയുന്നില്ലേ, അങ്ങനെ പാടില്ല എന്നാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരുമല്ല എന്ന രീതിയിലാണ് കാളിദാസൻ ഒന്നും മിണ്ടാതിരുന്നത്. എന്നിട്ട് ചോദിച്ചു പുറത്താരാണെന്ന്. അപ്പോൾ പുറത്ത് കാളിയാണെന്ന് പറഞ്ഞു. പുറത്ത് കാളിയാണെങ്കിൽ ഞാൻ ദാസനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ദേവിയുടെ ദാസനാണ് ഞാൻ, അല്ലാതെ ഞാൻ വേറെ ആരുമല്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വലിയ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഓഫീസറാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അഹങ്കരിക്കാറില്ലേ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള അഹങ്കാരം ഒന്നുമില്ല. അപ്പോൾ ഈ 9 ദിവസത്തെ പൂജ കൊണ്ട് കാളിദാസൻ അങ്ങനെ ഉള്ളിൽ പോയ ഉടനെ ദേവിക്ക് മനസ്സിലായി, ഈ കാളിദാസൻ ഒരുപാട് തന്നെ പൂജിച്ചു, അപ്പോൾ ഒരു വരം കൊടുക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ആ നാവ് പിടിച്ചിട്ട് അതിൽ ശൂലം കൊണ്ട് ഹരിശ്രീ ഗണപതി എന്ന് എഴുതി. അതാണ് നമ്മളിപ്പോഴും ആ വിജയദശമി ദിവസം കുട്ടികളുടെ നാവിൽ, ദേവി അത് ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലാണ് കുട്ടികളുടെ നാവിൽ നമ്മൾ ഹരിശ്രീ ഗണപതി എന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ആ ദേവി കാളിദാസൻ്റെ നാവിൽ അങ്ങനെ എഴുതിയതോടുകൂടി പിന്നെ പിറ്റേ ദിവസം മുതൽ കാളിദാസൻ എന്തായി മാറി, ബുദ്ധിമാനായ ഒരു കവിയായി മാറി. ഇന്നും പിന്നെ സംസ്കൃത ശ്ലോകങ്ങളാണ് നാവിൽ നിന്ന് വരുന്നത്. നോക്കൂ, അപ്പം നമ്മൾ ബുദ്ധി കിട്ടാൻ കൂടിയും നമ്മുടെ ആ ഒരു അഹങ്കാരവും ഇങ്ങനെ ലേസിനെസ്സും ഒന്നും ഇല്ലാണ്ടായിട്ട് നമ്മൾക്ക് ബുദ്ധി കിട്ടാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ വ്രതങ്ങളെ ആചരിക്കണം. അപ്പം കാളിദാസൻ വ്രതം ആചരിച്ചിട്ട് നടന്ന കഥയല്ലേ ഇതൊക്കെ. ഇന്നും കാളിദാസന്റെ കൃതികളെ വെല്ലാൻ പറ്റിയ ഒരു കൃതി ഉണ്ടായിട്ടില്ല സംസ്കൃതത്തിൽ. അത് ഇപ്പോഴും അദ്ദേഹമാണ് ജയിച്ചു നിൽക്കുന്നത്. അപ്പോൾ നോക്കൂ, അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു, എങ്ങനെ ഉയർന്നു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. നമ്മൾ നവരാത്രിക്ക് ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ഈ നവരാത്രി കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുകയും ദേവിയുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്